സാധാരണയായി നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നല്ല വാർത്ത കേട്ടാൽ നമ്മൾ വാങ്ങിക്കുന്നത് ലഡുവും ജിലേബിയും പായസവുമാണ്. അതെ, അത് നമ്മുടെ പാരമ്പര്യവുമായിരുന്നു. എന്നാൽ ആ സ്ഥാനത്തേക്ക് ഡയറി മിൽക്ക് എന്ന ഒരൊറ്റ ഉൽപ്പന്നമാണ് അവർ എടുത്തു വെച്ചത്. കുട്ടികൾ മാത്രം തിന്നിരുന്ന ഒരു സാധാരണ മിഠായിയെ 140 കോടി ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി. ഒരു രാജ്യത്തിന്റെ സംസ്കാരത്തെയും ആഘോഷങ്ങളെയും ഒരു വിദേശ കമ്പനി എങ്ങനെയാണ് സ്വന്തമാക്കിയത്? ഈ 15 മിനിറ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബിസിനസ് പ്ലാൻ. കഥ തുടങ്ങുന്നത് 90കളിലാണ്. അന്ന് കാഡ്ബറി ഇന്ത്യയിൽ നേരിട്ടത് വലിയൊരു തടസ്സമായിരുന്നു. അന്നത്തെ ഇന്ത്യക്കാരുടെ ചിന്ത എന്തായിരുന്നു എന്നറിയാമോ? ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ അത് കുട്ടികളുടെ പല്ല് കേടാക്കാൻ മാത്രം കൊടുക്കുന്ന ഒന്നാണ്. മുതിർന്നവർ അത് തിന്നുന്നത് മോശം കാര്യവുമാണ്. വൻകിട സ്റ്റോക്കുകളുമായി കാഡ്ബറി ആകെ കുടുങ്ങിപ്പോയി. വെറും കുട്ടികളെ മാത്രം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അവർ അങ്ങ് തിരിച്ചറിഞ്ഞു. ഒന്നുകിൽ ഈ ചിന്താഗതി തന്നെ മാറ്റണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ബിസിനസ് തന്നെ അവസാനിപ്പിക്കണം. 1994 കാഡ്ബറി കളത്തിലിറക്കിയ ആദ്യത്തെ മാസ്റ്റർ പ്ലാൻ. ഇന്ത്യയിൽ മുതിർന്നവരോട് അവർ ഒരു ചോദ്യം ചോദിച്ചു: സന്തോഷിക്കാൻ പ്രായം ഒരു തടസ്സമാണോ? സ്റ്റേഡിയത്തിൽ സുഹൃത്ത് സിക്സർ അടിക്കുമ്പോൾ സുരക്ഷാ ജീവനക്കാരെ വെട്ടിച്ച് കഴിയിലെ ഡയറി മിൽക്കുമായി ഗ്രൗണ്ടിലേക്ക് നൃത്തം ചെയ്ത് ഓടിയിറങ്ങിയ ആ പെൺകുട്ടിയുടെ പരസ്യം. ഇത് ഇന്ത്യക്കാരുടെ ചിന്തകളെ തന്നെ തകർത്തു കളഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ മുതിർന്നവരും പരസ്യമായി ചോക്ലേറ്റ് തിന്നാൻ തുടങ്ങി. കാഡ്ബറി മുതിർന്നവരുടെ വിപണി പിടിച്ചടക്കാൻ തുടങ്ങിയപ്പോഴാണ് മറ്റൊരു ആഗോള ഭീമനായ നെസ്ലെ തങ്ങളുടെ ഏറ്റവും വലിയ ആയുധവുമായി രംഗത്തിറങ്ങിയത്. അതേ, കിറ്റ്കാറ്റ്. ഒരു ഇടവേളയെടുക്കൂ, കിറ്റ്കാറ്റ് കഴിക്കൂ എന്ന പരസ്യവുമായി നെസ്ലെ ചെറുപ്പക്കാരെ പിടിക്കാൻ തുടങ്ങി. ക്രിസ്പി വാഫറും ചോക്ലേറ്റ് ചേർന്ന കിറ്റ്കാറ്റ് വലിയ തരംഗമായി മാറി. ഇവിടെ കാഡ്ബറി അടുത്ത തന്ത്രം പുറത്തെടുത്തു. കിറ്റ്കാറ്റ് ഒരു ഇടവേള എടുക്കുമ്പോൾ കഴിക്കാനുള്ളതാണ്, എന്നാൽ ഡയറി മിൽക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ആഘോഷിക്കാനുള്ളതാണ്. അങ്ങനെ കാഡ്ബറി തങ്ങളുടെ ഉൽപ്പന്നത്തെ ആഘോഷങ്ങളുടെ വികാരമാക്കി മാറ്റി. പക്ഷേ ഇത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. അടുത്തതായി കാഡ്ബറി ചെയ്തത് ഇന്ത്യയിലെ പരമ്പരാഗത മധുരപലഹാരങ്ങളെ വിപണിയിൽ നിന്ന് മാറ്റാനുള്ള വലിയൊരു തന്ത്രമായിരുന്നു. ആ രഹസ്യതന്ത്രം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഇതുപോലത്തെ മികച്ച ബിസിനസ് കഥകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയിൽ വലിയൊരു മധുരപലഹാര വിപണി ഉണ്ടെന്ന് മനസ്സിലാക്കിയ കാഡ്ബറി അടുത്ത അടവ് പുറത്തെടുത്തു. പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മ തൈരും പഞ്ചസാരയും കൊടുക്കുന്നതിന് പകരം ഡയറി മിൽക്ക് കൊടുക്കുന്നു. ആദ്യ ശമ്പളം കിട്ടുമ്പോഴും ചോക്ലേറ്റ് തന്നെ, അതും ഡയറി മിൽക്ക്. ദീപാവലിക്കും വിഷുവിനും ലഡുവിനു പകരം കാഡ്ബറി തന്നെ ഗിഫ്റ്റ് നൽകുന്നു, അതും ഡയറി മിൽക്ക്. ഒരു തലമുറയുടെ വികാരത്തെയും പാരമ്പര്യത്തെയും തങ്ങളുടെ ബ്രാൻഡുകളുമായി അവർ കൃത്യമായി ബന്ധിപ്പിച്ചു. മുതിർന്നവരെ ഡയറി മിൽക്കിലൂടെ പിടിച്ച കാഡ്ബറി ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ പിടിക്കാൻ വേറെയും തന്ത്രങ്ങൾ ഇറക്കി. രമേശനെയും സുരേഷനെയും വെച്ച് 5 സ്റ്റാർ ഒന്നും ചെയ്യാതിരിക്കൂ എന്ന പരസ്യത്തിലൂടെ ചെറുപ്പക്കാരെ കയ്യിലെടുത്തു. വികൃതി കുട്ടികളുമായി ജെംസ് എത്തിച്ചു. ഇനി ആരോഗ്യ പ്രശ്നം പറഞ്ഞ് ചോക്ലേറ്റ് ഒഴിവാക്കുന്ന അമ്മമാർക്കായി അവർ പാലിൽ കലക്കി കൊടുക്കുന്ന ബോൺവീറ്റ കൊണ്ടുവന്നു. അതായത് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നിങ്ങളുടെ വീട്ടിലെ ഓരോ മുറിയിലും കാഡ്ബറിയുടെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാവും. പക്ഷേ വർഷം 2003 കാഡ്ബറിയെ തകർത്തു കളഞ്ഞ ഒരു വൻ ദുരന്തമുണ്ടായി. ചോക്ലേറ്റ് പുഴുക്കളെ കണ്ടെത്തിയെന്ന വാർത്ത വരുന്നതോടെ കമ്പനിയുടെ വിൽപ്പന തന്നെ നിലംപതിച്ചു. ആ സമയത്ത് ബ്രാൻഡ് തിരികെ കൊണ്ടുവരാൻ അവർ എത്തിച്ചത് ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട താരത്തെയാണ്. അതെ, ശ്രീ അമിതാഭ് ബച്ചൻ നേരിട്ട് ഫാക്ടറിയെ സന്ദർശിച്ചുകൊണ്ട് പുതിയ അലുമിനിയം ഫോയിൽ പാക്കിംഗ് നൽകിയിട്ടുണ്ടെന്നും ആ ഒരൊറ്റ തിരിച്ചുവരയിൽ കാഡ്ബറി വീണ്ടും വിപണിയിൽ 1-ാം നമ്പറായി മാറി. ഇതിനെയാണ് യഥാർത്ഥ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. ഉപഭോക്താക്കൾക്ക് വെറുമൊരു ഉൽപ്പന്നം മാത്രമല്ല വിൽക്കുന്നത്, മറിച്ച് അവരുടെ വികാരങ്ങളെയാണ് സ്വന്തമാക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഡയറി മിൽക്കോ അതോ കിറ്റ്കാറ്റോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിലായി രേഖപ്പെടുത്തൂ. ഇതുപോലത്തെ മാസ് കഥകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.